എടാ നമുക്കിങ്ങനെ ഇതിന്റെ മണ്ടയ്ക്ക് കയറി പൊളിക്കാൻ പറ്റുമോ വണ്ടിയൊക്കെ ചാടി ചാടി? ഞാൻ ചാടി നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാട്ടാ. ലെറ്റ്സ് ഗോ. എടീ നമ്മൾ എത്ര ആഴ്ചയിലാന്ന് നോക്കി കൈസ്. ഇനി ഇറക്കണ്ട കേട്ടോ, ഇനി ഇറക്കണ്ട. വണ്ടി ഏതാണ്ട് മുങ്ങി. ഞാൻ വെള്ളത്തിന്റെ അകത്താ. ഹലോ, ഐ ആം അണ്ടർ ദ വാട്ടർ, പ്ലീസ് ഹെൽപ്പ് മീ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സ്റ്റുവർ ഗീവ് ഗൈസ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും BeamNG ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ ഫോർച്യൂണറാണ് ഗൈസ്. അപ്പോൾ കേരളത്തിൽ അത്യാവശ്യം കൂടുതലും ഫാൻസ് ഉള്ള വണ്ടിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫോർച്യൂണർ, അപ്പോൾ ആ വണ്ടിയാണ് ഗൈസ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഇന്ന് കളിക്കാനായിട്ട് നമ്മുടെ ശ്രീഹരിയും കൂടെ ഉണ്ടാവും. അത്യാവശ്യം കുറച്ച് ഓഫ് റോഡും പിന്നെ കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് ഹിഡൻ പ്ലേസിലോട്ടൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അതുപോലെ നമ്മുടെ വണ്ടിയിൽ വെള്ളം കയറുമെന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ടെസ്റ്റൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കില്ല ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നീ ഫുള്ള് ഡാർക്കായി പോടാ നിന്റെ വണ്ടി. അല്ല കാണാൻ പറ്റി. പോട്ടെ ഗൈസ്, റയർ വീൽ ഡ്രൈവ് മാത്രമേ വണ്ടിയിലുള്ള കേട്ടാ. അങ്ങനെ ഒരു സീനുണ്ട്. നമ്മൾ പിന്നെ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ടയർ എയർ പ്രഷറൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ചരിഞ്ഞു പോയല്ലേ നേരത്തെ നീ? ചെറിയ കുഴിയൊക്കെ ഇറങ്ങി പോകും കേട്ടാ. വണ്ടിയിൽ കാറ്റ് നമ്മൾ നല്ല കുറച്ചാണ് വെച്ചേക്കണ, മണൽ ഓർണമുണ്ട്. നീ എന്താ അങ്ങോട്ട് കയറി പോണേ? ഫോർച്യൂണർ ആണടാ, പക്ഷെ ഇതില് റയർ വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ഒന്നും ഇല്ല ഇതില്. നമ്മൾ സായിപ്പും മദാമേനെയും കൊണ്ട് നമ്മളൊരു ടൂർ വന്ന കേട്ടാ ഇവിടെ. എന്നിട്ട് അവരെ നമ്മൾ വീട്ടിലാക്കിയിട്ട് നമ്മൾ റിട്ടേൺ നമ്മളെ വീട്ടിലോട്ട് പോവാണ്. അല്ലെ പയ്യെ പോട്ടാ, ബമ്പറെല്ലാം ഇടിച്ചവിടെ ഇരിക്കും. അവൻ സ്പീഡിൽ പോണ്. ഇതുവഴി കേറാൻ പറ്റുമല്ലേ? മിക്കവാറും ഞാൻ എന്റെ വണ്ടി കേറല്ല. ടയർ അത്രയും കത്തിത്തീരും കേട്ടാ. ഈ ഓട്ടത്തിന്റെ പൈസ മൊത്തം ടയറിൽ കൊടുക്കേണ്ടി വരും. കേറിക്ക് ഇതുവഴി തന്നെ. അതൊന്നും പറ്റി നിന്റെ സൈഡ് എവിടെയാ തട്ടി ഇടിച്ചതോട്. ലെറ്റ്സ് ഗോ ഗൈസ്. എവിടെ നിറത്തോട്ടാണേ? ഇവിടെ എന്താ വണ്ടി ഭയങ്കര ചാട്ടമാണല്ലോ ഗൈസ്. നല്ല മണലാട്ടാ, അതാണ് പ്രശ്നം. നല്ല മണലാണ്, മണലാരണ്യം. ഓക്കെ ലെറ്റ്സ് ഗോ. പിടിച്ചേനെ. ഓക്കെ, കൺട്രോളൊക്കെ ഉണ്ട് ഗൈസ്. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഗിയർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അളിയ ഒരു കണക്കിന് പോട്ടാ, വണ്ടി കൺട്രോൾ കിട്ടത്തില്ല. നമുക്കേ എവിടെയെങ്കിലും ലെഫ്റ്റ് കാണണമെങ്കിൽ അങ്ങോട്ട് കയറാട്ടാ. എനിക്ക് അങ്ങോട്ടുള്ള റോഡിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അയ്യോ ശരിയെന്നടാ, വണ്ടി കൺട്രോൾ ഇല്ല. നമുക്കൊരു മണലുള്ള സ്പോട്ട് കാണണോടെ. ഇതിന്റെ അടുത്തൊരു സ്പോട്ട് ഉണ്ട്. നമുക്ക് അടുത്ത് ഈ ഇടിച്ചിടിച്ച് നിന്റെ വണ്ടി നിന്നാണ് സൗണ്ട് കേട്ടെ? ചെറുതായിട്ട് നല്ല ഇടി കിട്ടിയാട്ടാ, ചെറുതായിട്ട് നിന്നിട്ട്. ടയറെന്തോ പോയെന്തോട്. ഒരു സൈഡ് പെടലി തിരിഞ്ഞിരിക്കുന്നു അവന്റെ വണ്ടിയിലെ. എടാ നേരെയാക്കടാ, ലാലേട്ട കളിക്കുന്നു വണ്ടി. തൊലച്ച് പുതിയ വണ്ടിയായിരുന്നു. ഓടുന്നുണ്ട് കേട്ടോ, ഓടുന്നുണ്ട്. ഓക്കെ സെറ്റ് ബാബുവാ. പോട്ട്. ഫോർച്യൂണർ തന്നെ. പോട്ടെ. ഇവിടെ നിറത്തോട്ടൊരു പാലം ഉണ്ട് കേട്ടോ. നമുക്ക് തൊട്ടപ്പുറത്തെ ദ്വീപിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നീ എയർ കുറച്ചില്ലായിരുന്ന? എടാ ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണെന്ന്. ഇവിടെ ലെഫ്റ്റ്. ഇങ്ങോട്ട്. എടാ ഇതാണ് ലെഫ്റ്റ്. അടിപൊളി. ഈ റിംസ് ഒക്കെ കണ്ടാ പൊളി കേട്ടാ വണ്ടിയുടെ. നമുക്ക് അപ്പുറത്തൊരു പോയിന്റ് ഉണ്ട് കേട്ടോ, കടല് സ്റ്റാർട്ട് ചെയ്യണ സ്ഥലം. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഭയങ്കര ഫേമസ് ആയ സ്ഥലമാണ് ഗൈസ്. നമ്മൾ ടൂറിസ്റ്റിനെ ഒക്കെ കൊണ്ടുപോകുന്ന സ്ഥലമാണ് ഇവിടെ. അല്ലേ വന്നാ പതിയോ അമ്മേ. ഇത് എന്റെ സ്ഥിരം പരിപാടിയാട്ടാ. വണ്ടി ബാക്ക് ഇരിക്കണം. ഓക്കെ നമ്മൾ വണ്ടി പെട്ടെന്ന് റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബോണറ്റ് തുറക്കാൻ പറ്റുമോ? പോവാ. ഇനിയെങ്കിലും ഇടിക്കല്ലേ? എടാ ഇവിടെ ഒരു കിടില ഓഫർ ഉണ്ട് കേട്ടോ. നമുക്ക് തിരിച്ചു വരുമ്പോ ഇതുവഴി കയറണം. ലെറ്റ്സ് ഗോ. ഈ പാലമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അടിപൊളി വ്യൂ അല്ലേ? ഇതെന്തുവാടേ ഇത്? വെള്ളച്ചാട്ടമാണോ?
എടാ നോക്കി വായ എന്റെ ബാക്കിലിരിക്കുന്ന സ്വഭാവം ഉണ്ട് എനിക്ക്. ഇത് കടലുമായിട്ട് ചേർന്ന സ്ഥലമാണോ ഇത്? സോമതീരം എന്തോ ആണ്. എന്തുവാ ഇത്? എന്തായാലും കിടില സ്പോട്ട് കേട്ടോ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഞാൻ വേറൊരു കിടില സ്പോട്ട് കാണിച്ചത്. നമുക്ക് ഇവിടെ വരാട്ടോ ഗൈസ്, പറ്റുവാണെങ്കിൽ ഇവിടെ കറങ്ങി വരാം. നോക്കട്ടെ ഇവിടെ ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണ്. എടാ ഹോണൊക്കെ എങ്ങനെയാണ് അടിക്കണേ? ഏറ്റവും വട്ടിയിലെ ഹോണ് കാണാനില്ല. ഓ ഹെച്ച് ഞാൻ ഇനി ഇറങ്ങി ഞെക്കേണ്ടി വരും. ഹോണൊക്കെ ഉണ്ട് കേട്ടാ. ആ ഇവിടെ ഇറക്കാൻ പറ്റും. ഇടിക്കില്ല. ഇപ്പൊ പണിഞ്ഞിറക്കിയേ ഉള്ളൂ. നിന്നെ പേടിച്ച് ഞാൻ വീണ്ടും ഇറക്കിയതേ ഉള്ളൂ. ഇത് തന്നെ ആണോ ഗൈസ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം? ഞാൻ നോക്കട്ടെ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നാൽ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പണിയാവും. ഇല്ലടാ അങ്ങോട്ട് പോകാൻ പറ്റും. വരുന്നാ നേരത്തെ കണ്ടില്ല, ആ സ്ഥലത്ത് പോകാൻ പറ്റും. ബാ. പക്ഷെ വെള്ളമുണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ. അവൻ പോയി. ആ പോട്ടെ. ടയർ പ്രഷർ കുറച്ചുകൊണ്ട് കൊള്ളാട്ടാ. അത് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ നനഞ്ഞാലും സീനൊന്നുമില്ല. ഐസ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാട്ടാ. ഇവിടെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. ഇവിടെ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ പണിയാവും. ജസ്റ്റ് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, വേറെ ഒന്നിനും കൊള്ളത്തില്ല ഇവിടെ. ലെറ്റ്സ് ഗോ. അടിപൊളി സ്ഥലം കേട്ടാ. ഞാൻ മരിക്കണോ? മരിക്കാനൊന്നും പറ്റത്തില്ല, നീ തന്നെ കേറി വരണം. കിടിലം വ്യൂ പോയിന്റ് കേട്ടാ ഇവിടത്തെ. കിടിലം വ്യൂ ആണ് ഗൈസ്. നീ എങ്ങോട്ടാ കേറി പോണ? അത് വഴിയുണ്ടോ? അടി സക്കേ. എടാ നമുക്ക് നമ്മളെ ഉദ്ദേശിച്ച സ്ഥലം നമ്മൾ എത്തിയിട്ടില്ല. നമുക്കിനി കൊറേ പോവേണ്ടിയിരിക്കുന്നു മകനെ. ബാ നീ നമ്മൾ എത്തിയിട്ടില്ല ഗൈസ്. നമ്മൾ പറഞ്ഞ സ്പോട്ട് നമ്മൾ എത്തിയിട്ടില്ല. ഇറങ്ങി വാ. റോട്ടിലെത്തി ഗൈസ്. നമുക്ക് ഇതുവഴി കറങ്ങി പോവാം. അപ്പൊ ഇതൊരു വ്യൂ പോയിന്റ് ആട്ടോ. നമുക്ക് ഇവിടെ കൊണ്ടുവരണ ആൾക്കാരെ. ഇവിടെ നിന്ന് കേറാൻ പാടാട്ടാ. അവനെ നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാട്ടാ. ഓ എന്റെ ബമ്പർ, എന്റെ ബാക്കിലത്തെ ബമ്പർ പോയി. പയ്യനെ നമ്മൾ കണ്ടുമുട്ടിരിക്കുകയാണ് ഗൈസ്. അല്ലെ ഇടിക്കല്ലേ? ആ ബൈ. ലെറ്റ്സ് ഗോ. വണ്ടിയുടെ കൺട്രോൾ നല്ലപോലെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടത്തെ വ്യൂ പൊളിയല്ലേ? അടിപൊളി വ്യൂ ഗൈസ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പൊ കണ്ടില്ലേ അതുപോലത്തെ ഒരു സ്ഥലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. എന്നിട്ട് നമുക്ക് നമ്മളെ വണ്ടി തിരിച്ച് നമ്മളെ വീട്ടിൽ കൊണ്ടുവരണം. ഓക്കെ, അവൻ വരുന്നുണ്ട് കേട്ടോ, പിറകിൽ രണ്ടാള്. ലെറ്റ്സ് ഗോ. ഇവിടെ എവിടെ ആയിരുന്നല്ല. ആ ഇടിക്കല്ലേ, നടുക്കൊരു സാധനം ഉണ്ട് ഇവിടെ. നോക്കിയായേ, അത് ശ്രദ്ധിച്ച്. എടാ സൈഡ് കൊക്കയാട്ടാ, വലിയ കൊക്കയാണ് കൈസ്. എവിടെന്നോ നമുക്ക് ഇറങ്ങി പോവാൻ പറ്റി. ആ എടാ ഇവിടെ നല്ലൊരു ഇറക്കമുണ്ടേ. ഇതുവഴി ഇറക്കിയാലോ വണ്ടി? ഇതുവഴി ഇറക്കണോ? കുത്തനൊരു ഇറക്കമുണ്ട്. ഇറക്കണം. ഓ അയ്യോ, അത് ഇറക്കമല്ല, അത് മരമാണ്. അയ്യാ പേടിക്കണം. ലെറ്റ്സ് ഗോ. ഞാൻ പറഞ്ഞ സ്ഥലം കഴിഞ്ഞോ അതോ എത്തേണ്ട സമയമായി? അതാണ് ഞാൻ നോക്കുന്നത്. അടേ അവിടെ ചവിട്ടിക്കോ. ഇതിന്റെ ബാക്കിലോട്ടാ. ഇവിടെ ഒരു കടലുണ്ട്. ആ പോയിന്റ് കണ്ടാ? നല്ലൊരു ഇറക്കമാണ് കേട്ടാ. നീ ഫ്രണ്ട് ചെയ്ത് നോക്കോ, പോകാൻ പറ്റുമോ? നല്ലൊരു ഇറക്കമാണ്. പോട്ടെ. പതിയെ ചവിട്ടി ഇറങ്ങട്ടാ. നല്ല ഇറക്കമാണ്. ഞാൻ നോക്കി പോയില്ലെങ്കിൽ വീണ്ടും അവന്റെ ഡിക്കിയില് എന്റെ വണ്ടി ഇരിക്കും. പോട്ടെ. കിടിലൻ ഓഫ് റോഡ് കേട്ടാ. ഫോർച്യൂണറിനൊക്കെ ഇതേ പറ്റത്തുള്ളൂ. നമ്മൾ മറ്റേ അന്നത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ 4 വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നു ഗൈസ്. അതിലൊക്കെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുമായിരുന്നു. അതെ ഇവൻ മറ്റേ പോട്ടെ. ഐസ് അവന്റെ എന്റെയും വണ്ടി ട്യൂണിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടാ. അതിന് ഇച്ചിരി അവന്റെ ഇച്ചിരി പവർ കൂടുതലെന്നാ തോന്നണം എനിക്ക്. അത് തന്നെ ആ കടലിന്റെ പോയിന്റ് തന്നെ. ഇതുവഴി വേറെ വഴിയുണ്ട് കേട്ടാ. സ്ട്രെയിറ്റ് പോയി നോക്കാം. നമുക്കിപ്പോ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. നമുക്ക് വീട്ടിൽ പോകണ്ട സമയത്തിന്.
നേരെ പോയ കടല. ആ ഞാൻ ഈ സ്ഥലമാണ് പറഞ്ഞത്, കടലുള്ള സ്ഥലം. ഇറക്കല്ലേ വണ്ടി പോവും. ഇല്ല ഇറക്കണ്ട. നമുക്ക് ഇവിടത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ദൂരം വരെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇവിടെ, മനസ്സിലായ? വണ്ടി ഇടിച്ചാ കല്ല്. നമുക്ക് എത്ര ദൂരം വരെ വണ്ടി ഇറക്കാൻ പറ്റുമോ നോക്കട്ടെ. എയർ ഫിൽട്ടർ ഉള്ളതുകൊണ്ട് വേറെ സീനി വരാൻ ചാൻസ് ഇല്ല. എന്റെ വണ്ടിക്ക് എയർ ഫിൽട്ടർ ഇല്ല, അതുകൊണ്ട് നീ ഇറക്കണ്ട. പക്ഷെ എനിക്ക് ഇറക്കാം കേട്ടാ. ഞാൻ ഇന്റീരിയർ കാണിച്ചു തരാം ഗൈസ്. ഇന്റീരിയറിൽ ഏതാണ്ടൊക്കെ വെള്ളം വരാറായി, ചെറുതായിട്ടൊന്ന് ചളങ്ങിയിട്ടുണ്ട് വസ്തുക്കൾ. എടാ ഇത്രയും കേറിയാട്ടാ, സ്റ്റിയറിംഗ് ലെവലില് കേറിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. എടീ നമ്മൾ എത്ര ആഴ്ചയിലാണെന്ന് നോക്കി കൈസ്. ഇനി ഇറക്കണ്ട കേട്ടോ, ഇനി ഇറക്കണ്ട. വണ്ടി ഏതാണ്ട് മുങ്ങി. ഞാൻ വെള്ളത്തിന്റെ അകത്താ. ഹലോ, ഐ ആം അണ്ടർ ദ വാട്ടർ, പ്ലീസ് ഹെൽപ്പ് മീ. ഇപ്പൊ ഏതാണ്ട് നമുക്കിവിടെ തിരിച്ചു പോകാം കൈസ്. ഇനി ഇറക്കി കഴിഞ്ഞാൽ വണ്ടി മുങ്ങും, എൻജിൻ സ്റ്റാളാവും. ലെറ്റ്സ് ഗോ. ഫുൾ ആക്സിലേറ്റർ കൊടുത്താണ് നമ്മൾ പോകുന്നത്. എന്റെ ഒന്നും പോയിട്ടില്ല കണ്ടാ, ഞാൻ സൂക്ഷിച്ചാടാ വണ്ടി ഓടിക്കുന്നതിന്. ലെറ്റ്സ് ഗോ. ബൈ, ഇവിടെ നിന്ന് തിരിച്ചു പോവാം. ഇനി നമുക്ക് വീട്ടിൽ പോകണം. നമുക്ക് ലെഫ്റ്റിലോട്ടാ പോകണം. ഏത് റോഡ് കണ്ടാലും ലെഫ്റ്റിലോട്ട് പിടിച്ചോ. ലെഫ്റ്റിലോട്ട് ഏത് റോഡ് കണ്ടാലും പിടിച്ചോ. നമുക്ക് അങ്ങനെ വീട്ടിൽ എത്താൻ പറ്റും. പോട്ടെ. ഫസ്റ്റ് ഞാൻ പോണോ? തട്ടി. എന്റെ വണ്ടി ഉപ്പ് വെള്ളത്തിൽ ഇറക്കിയിട്ട് വേറെ ഒരു സീനും ഇല്ല കേട്ടാ. അല്ലെ പറയുന്നുണ്ടാടാ, പതിയേക്ക് വാടാ. അവന്റെ വണ്ടിക്ക് ഇച്ചിരി ചാട്ടം കൂടുതലാട്ടാ. ലെറ്റ്സ് ഗോ. നമുക്ക് മറ്റേ അന്ന് കേറിയ ടവറിന്റെ മണ്ടയ്ക്ക് കേറിയല്ല ഈ വണ്ടി വെച്ചിട്ട്. ശരിയാ, ബാബുവാ ഫ്രെഡിന്ന് തോന്നണ്ടാ. വായോ ആ പൊക്കോ. റൂട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം, പൊക്കോ. ഇനി കുറച്ചു നേരം റോഡിൽ കടന്ന് ക്രൂസ് ചെയ്യാം. നല്ല ഓഫ് റോഡ് കണ്ടാ പിടിച്ചോ. എടാ ഒരുപാട് കത്തിക്കണ്ട, കൺട്രോൾ കിട്ടത്തില്ല. ആ പോട്ടെ. ഹസാർഡ് ലൈറ്റ് കത്തിക്കാൻ പറ്റും ഇതിനകത്ത്. പോട്ടെ. ലെഫ്റ്റിലോട്ടുള്ള എല്ലാ റോഡും കയറ്റി പിടിച്ചോ ഗൈസ്. ഇവിടെ നല്ല മണ്ണിടിച്ചിലൊക്കെ വീണ സ്ഥലമാണ്. ഇത് റോഡാണ്. എടാ മണ്ണിടിഞ്ഞ് വീണ് കിടക്കണേടാ, റോഡാണ്. പോട്ടെ. മണ്ണ് എവിടെ കണ്ടാലും അവന് റോഡാണ് കേട്ടാ. അതിന്റെ അടി ഇടിക്കണ സൗണ്ടല്ലേ കേട്ടെ. ലെറ്റ്സ് ഗോ. വണ്ടി നല്ല പിക്കപ്പ് ഉണ്ട് കേട്ടാ. പക്ഷെ ചവിട്ടി വിട്ടോ. ഒരുപാട് ചവിട്ടണ്ട. കൺട്രോൾ കിട്ടുന്ന സ്പീഡിൽ വെക്കോ, അതിനപ്പുറം പോണ്ട. ആ നല്ലപോലെ കയറുന്നുണ്ട് കേട്ടോ ഈ. കാല് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വണ്ടി കയറി പോകുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്പീഡ്. ഓ ഇവിടെ ഒരു തുരങ്കം ഉണ്ട് കേട്ടോ, ഗർത്തം. ലെറ്റ്സ് ഗോ. ഒരു ടർബോ കൂടെ വെച്ചിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു അല്ലേ. ഇടിക്കല്ലേ. അയ്യോ ഇതെന്ത് ഇങ്ങനെ. ഞാൻ ഇന്റീരിയർ വെച്ചപ്പോഴത്തേക്കും ഇന്റീരിയർ ക്യാമറ തിരിഞ്ഞിരുന്നു കേട്ടാ. നമ്മളിപ്പോ എവിടെയാളിയാ? നമ്മൾ വന്ന വഴി തിരിച്ചാണോ പോണ? അല്ലല്ല, വായോ. ഞാനിവിടെ നിന്റെ ഫ്രണ്ടിലുണ്ട്, വാ. ഞാൻ കൊടുത്തു പോട്ടാ എന്റെ ഫ്രണ്ടിൽ. വാ. ഇത്രയും വെള്ളം എന്റെ ഒന്നും ഓണായിട്ടില്ല. എന്റെ പിറകെ വെച്ച് പിടിച്ചോട്ടാ. അളയാ ഫ്രണ്ടിൽ നോക്കോ. എനിക്കിവനെ വിശ്വാസമില്ല ഗൈസ്. എന്റെ ബാക്ക് 3 വട്ടാ പൊളിച്ചത്. ഇത് ഏതോ ഓഫ് റോഡ് വന്ന് ഇറങ്ങണ സ്ഥലം കേട്ടാ. കുഴപ്പമില്ല, കിടക്കട്ടെ. നല്ലതാ. ഇൻഡിക്കേറ്റർ തന്നെ അല്ല. ഗൈസ് നമ്മള് വീട്ടിൽ പോകേണ്ട വഴിയാണോ തപ്പുന്നത്? പക്ഷെ വീട്ടിൽ പോകേണ്ട വഴി ഇന്റെ വഴിയാണെന്നാണ് തോന്നണ കേട്ടാ.
ആ, Let's go. ഇടിക്കല്ലേ, ഒന്നും പറ്റിക്കാണില്ലെന്ന് വിചാരിക്കുന്നു. ചെറുതായിട്ടൊന്ന് ഫ്രണ്ട് കളിങ്ങി ഗൈസ്, വേറെ കുഴപ്പമൊന്നുമില്ല. അളിയ നീ എത്തിയില്ല, റോഡൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ, അത് ഈ സ്ട്രെയിറ്റ് പോയാൽ മതി. ഓക്കേ. അയ്യോ, എനിക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നില്ല. ആ പോട്ടെ 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 പോട്ടെ, ഇപ്പൊ കാണാം പോട്ടെ 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 പക്ക. Let's go. വണ്ടിയുടെ മൂളല് കേൾക്കാൻ തന്നെ നല്ല രസം. ഓട്ടോമാറ്റിക് ആയിട്ട് കൈസ് ഓടിക്കാൻ ഒരു സുഖം കിട്ടില്ല. സുഖമില്ല സത്യം. ചവിട്ടിട്ടോ നിനക്ക് കൺട്രോൾ ഇടുന്ന സ്പീഡിൽ ചവിട്ടി വിട്ടോ, നമുക്ക് പെട്ടെന്ന് എത്താം. ആ ഇത് ഈ സ്പീഡിലേ പോകാൻ പറ്റും കേട്ടോ, കാരണം മൊത്തം വളവും തിരുവൊക്കെയാ. വളവും തിരും പ്രശ്നമാണ് കൈസ്. ഇവിടെ നടത്തോട്ട് അങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് എളുപ്പവഴിയാണോ അത്? എനിക്കറിയത്തില്ല. ബാ നമ്മള് ഏതാണ്ട് എത്താറായി. വയോ കറക്റ്റാ, നമ്മൾ പോവാ. കറക്റ്റാ, വന്നോ. അതെ, ലെറ്റ്സ് ഗോ. നല്ലൊരു ഇറക്കമുണ്ട്. നമ്മൾ അന്ന് കേറിയ ലൈറ്റ് ഹൗസ് ഒന്ന് കേറി നോക്കായിരുന്നു ഫോർച്യൂണറില്. അത് കേറുവാ, വേണമെന്ന് വെച്ചാൽ കേറും. നമ്മളെ എയർ കുറച്ചല്ലോ, എയർ കുറച്ചോണ്ട് കേറും ചിലപ്പോ. ചെറിയ ടൈപ്പ് ഓഫ് റോഡ് ഉണ്ടായിരുന്നെങ്കിൽ. ഇതെങ്ങനെയാടാ എന്നാലും അല്ല, മോഡിഫൈ ചെയ്തതാ. നമ്മൾ ഏതാണ്ട് എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാ, ആ ഇപ്പൊ സെറ്റല്ലേ? ഈ ബോണറ്റ് തുറന്ന എങ്ങനെ, എനിക്ക് അതാ മനസ്സിലാവത്തെ. അത് ഉള്ളിലൊരു സ്വിച്ച് ഉണ്ട് റിലീസ് ചെയ്യാൻ, എന്നിട്ട് മുന്നില് ഞാൻ പറക്കാൻ പോവാ എന്റെ വണ്ടി വെച്ചിട്ട്. ഞാൻ നോക്കട്ടെ എത്ര സ്പീഡ് കയറും നോക്കട്ടെ. മിക്കവാറും ഞാനിവിടെ കിടക്കും കേട്ടോ. അതിന് പിടിക്കാൻ പറ്റുമോ നോക്കന്നെ. ഇനി എത്ര ദൂരം ഉണ്ടാകും കേട്ടോ നമുക്ക് എത്താനായിട്ട്. പോണ വഴിക്കൊരു ചെറിയ സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് വരാം. ഇവിടെ ഒരു ഇതിന്റെ അകത്തോട്ട് കുറച്ചു ദൂരം പോയിട്ട് വന്നല്ല, ഇതിന്റെ അകത്തൊരു ഇതുണ്ട്, കല്ലൊക്കെ എടുക്കുന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയിട്ട് വരാം. വാ, നൈസ് അല്ലേ? വാ. അയ്യോ ഇതിന്റെ ഫ്രണ്ട് എങ്ങനെ അടിച്ചത്? നീയാണ് അടിച്ചു പൊട്ടിച്ചേ? ഇതപ്പാ കുറച്ച് റിവേഴ്സ് എടുക്ക. ഞാൻ ഇതറിഞ്ഞില്ല കേട്ടാ, ഫ്രണ്ട് പൊട്ടിയിരിക്കുന്നടാ. അല്ലെങ്കിൽ കുറച്ച് ബാക്ക് എടുത്തേ. ഇപ്പൊ നമ്മൾ ഈക്വലായി. ആയോ? ഇതിന്റെ അകത്തോട്ട് പോണം. വാ, നല്ല കുലുങ്ങി ആട്ടാ കൈസ് വണ്ടി പോണാണോ നല്ല രസമുണ്ട്. അതെ അടിപൊളി. സ്റ്റെപ്പിനെയൊക്കെ വെച്ചോണ്ടാ പോണ കേട്ടാ, പക്ഷെ ഒരു കാര്യമില്ല. ഇടിക്കല്ലേ, ഞാനിപ്പൊ കണ്ടെത്തു പോയതേ ഉള്ളൂ. ഇങ്ങോട്ടും നീ വന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തൊരു കിടില സ്ഥലമുണ്ട്. ഞാൻ എന്റെ ലോറിയില് സാധനമൊക്കെ എടുക്കാൻ പറഞ്ഞ സ്ഥലം ഇതാ, കല്ലെടുക്കാൻ പറഞ്ഞ സ്ഥലം ഇത്. വെരി ഗുഡ്. ബായോ എവിടെടാ നീ എവിടെ? ഞാൻ എത്തി, ഞാൻ പറന്നു വന്ന്. ഓടിവാ. ഗൈസ്, അഡ്വഞ്ചർ ചെയ്യാൻ പറ്റിയ ഒരു കിടില റോഡില്ല കേട്ടാ ഇവിടെ, അതാണ് പ്രശ്നം. മിക്ക റോഡും ടാറിട്ട് വെച്ചേക്കോ അവന്മാര്, നല്ലപോലെ ഒന്ന് ഓഫ് റോഡ് അടിക്കാൻ പറ്റുന്നില്ല. അളിയ പയ്യവാ ചവിട്ട്. കണ്ടാ, ഇത് ശരിക്കും ഒരു മറ്റേ കോറി പോലത്തെ സ്ഥലമാണ്. ഇവിടെ നിന്ന് ആൾക്കാർ കല്ലും മണ്ണൊക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെ. ജസ്റ്റ് ചുമ്മാ കാണിക്കാൻ കൊണ്ടുവന്നേടാ. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ? അങ്ങോട്ട് വണ്ടി ഇറങ്ങുമെന്ന് നോക്കട്ടെ. എനിക്ക് വെള്ളത്തിലൊക്കെ വണ്ടി ഇറക്കാൻ പറ്റുമെന്ന് തോന്നേ. ഇതുവഴി ഇറക്കി വെക്കാം. പോവാ. നീ എവിടെ? ഇങ്ങ് വാ. വരുന്നുണ്ട്. എന്റെ വണ്ടിയുടെ ഫ്രണ്ട് ചളക്കി ഗൈസ് ചെറുതായിട്ട്. അളിയ പയ്യ വാട്ട, അല്ലെങ്കിൽ ബമ്പറിന്റെ കണക്കാവും. മീശയുടെ പാതി ആരോ മുറിച്ച് വെച്ച പോലെ ഉണ്ട്. ടയർ ഡിപ്ലീറ്റഡ്. അത് കുഴപ്പമില്ല, നീ വാ.
ഓ നിന്റെതും പോയല്ലേ? ടയർ പൊട്ടിയാ? അടിപൊളി. എടാ ഇത് വെള്ളത്തിൽ ഇറങ്ങൂടെ? നല്ല ആഴമുണ്ട് കേട്ടാ. ഞാൻ ഇത്ര ആഴം വിചാരിച്ചു. നീ ആ പഞ്ചറായ ടയർ കൊണ്ട് ഓടിച്ചാ മതി. ആ എങ്ങനെ ഇരിക്കണ അല്ലെ? ഇറക്കണ്ട കേട്ടാ. ഇറക്കണ്ട. നീ ആ കേറി. ആള് കേറി. എടാ കുറച്ച് റിവേഴ്സ് എടുത്തിട്ട് കേട്ടാ. നല്ല ആഴമുണ്ട് കേട്ടാ. ഒളിയ നല്ല ആഴമുണ്ട്. നീ ഇറക്കാൻ നീ ഒരു കാര്യം ചെയ്യാം, എന്നെ തൂക്കിയെടുത്ത് കരയെ കയറ്റി. എന്റെ എന്തായാലും കേറി ക്രെയിൻ വിളി. ആളിയെ ഞാനും കുടുക്കി. വണ്ടി അനങ്ങല്ല കേട്ടാ. എടാ വണ്ടി ഞാൻ കരക്കെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വിട്ടാലാ? അതാ നല്ലത്. സ്ഥലം ശരിയല്ല, വീട്ടിൽ പോവാ. തിരിഞ്ഞാ റിവേഴ്സ്. വരട്ടെ. ഓക്കെ സ്ട്രെയിറ്റ് വാ. ഓക്കെ കല്ലി കയറ്റണ്ടാട്ടാ, എന്നാ ബമ്പർ പോവും വണ്ടിയുടെ. ഇതിന് പറയുമ്പോ ക്ലച്ച് കണ്ടല്ലേ? ഞാൻ കുറെ നേരമായിട്ട് ക്ലച്ച് കൂട്ടിക്കൊണ്ടിരിക്കും അവിടെ വണ്ടി. ഞാൻ ചുമ്മാ ക്ലച്ച് വാങ്ങി എടുക്കോ ഗൈസ്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അല്ലെ ഫ്രണ്ടിൽ നിന്ന് കേട്ടോ. ആ പോട്ടെ. ലെറ്റ്സ് ഗോ. നമ്മള് റോഡ് ചെയ്തിട്ട് റൈറ്റ് വെക്കോട്ടാ. നമ്മള് നമ്മുടെ വീട്ടിലോട്ടാണ് പോകാൻ പോകുന്നത്. എങ്ങോട്ടാളിയാ പോണേ? ആ റൈറ്റ്. ഇപ്പഴല്ല, കുറച്ചുകൂരം പോട്ടെ. ഇടിക്കല്ലേ? കറക്റ്റാ. പോട്ടെ. പോന്ന കറക്റ്റാ. ഏതാണ്ട് എത്താറായി ചേട്ടാ. എടാ നല്ല സ്റ്റേബിൾ ആട്ടോ പക്ഷെ വണ്ടി അല്ലേ? ബ്രേക്കിങ്ങിന് മാത്രമേ കുഴപ്പമുള്ളൂ ഗൈസ്. ABS ഇല്ലാന്ന് തോന്നുന്നു. നല്ല ചർക്കലുണ്ട് ബ്രേക്ക് പിടിക്കുമ്പോ മാത്രം. അല്ലാത്തപ്പോ കുഴപ്പമില്ല. അല്ലാത്തപ്പോ സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. ആ ഇപ്പൊ എടുത്ത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി അപ്പൊ പണി മുടക്കും. ഓടുന്നുണ്ടോ നോക്കട്ടെ. ആ ഓടുന്നുണ്ട്. തൽക്കാലം ഞാൻ പണി ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ പോവാ. അല്ല പിന്നെ എടാ എനിക്ക് വണ്ടി കുടുങ്ങി കഴിച്ചത്. റിപ്പയർ ചെയ്യാതെ ശരിയാവത്തില്ല. ആ റൈറ്റ്. ഇനി ഞാനിവിടെ വരട്ടാ. എന്നെ കൂടെ കൊണ്ടോ കുഞ്ഞിന്റെ തന്നെ. നമ്മളെത്തി. റൈറ്റ്. വലത്തോട്ട്. ആ പോട്ടെ. സ്ട്രെയിറ്റ് പോക്കോ. ഞാൻ ഈ ക്ലച്ച് ചവിട്ടി ഇരിക്കോ കുറെ നേരം. റിവേഴ്സ് എടുക്കുന്ന അല്ലെ? നോക്കി വാട്ടാ. ഓക്കെ ഇനി റൈറ്റ് വെക്കോ. ഞാൻ എന്റെ വീട് കാണിച്ചു തരാം. പൊക്കോ. ഇവിടെയാണ് ഗൈസ് നമ്മള് വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നേ. ഒരു യൂ ടേൺ കഴിഞ്ഞ ഉടനെ വരുന്നത് നമ്മളെ വീടാ. എത്തിയില്ലല്ലോ പണ്ടാരം, കൊറേ ആയി. ആ ഇത് തന്നെ യൂ ടേൺ. അടുത്തോട്ടം നമുക്ക് ഷിഫ്റ്റ് ഇറക്കാട്ടെ ഗൈസ്. വണ്ടി പാർക്ക് ചെയ്തോ, നല്ല സ്ഥലം നോക്കി പാർക്ക് ചെയ്തോ. അതിനടുത്ത് ഞാനും പാർക്ക് ചെയ്യാം. യെസ്. ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോ സെറ്റ് ആക്കാം. ഞാൻ നിന്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാട്ടാ. ഇങ്ങനെ നടക്കട്ടെ, ഇതായിരിക്കും നല്ലത്. സൈഡ് പറഞ്ഞു തരണോ? ഞാൻ ഹോണൊക്കെ അടിച്ചു തരാണെങ്കിൽ. വണ്ടി ഓണാണ് കേട്ടോ എപ്പോഴും. എടാ സ്ട്രീറ്റ് വന്നിട്ട് ഓക്കെ ആ വരട്ടെ. ഞാൻ വീട്ടിനകത്ത് കയറി പറഞ്ഞുതരാം കൈസ്, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വണ്ടി വിളിക്കും. വന്നോ ഫുള്ള് ലെഫ്റ്റ് അടിച്ചോ, അത്രേ ഉള്ളൂ. കയറി വാ. വരട്ടെ. വണ്ടിക്ക് എന്താ ഇങ്ങനെ ആട്ടമായിരിക്കുന്നു? വരട്ടെ. അത്രേ ഉള്ളൂ. ഇറങ്ങിയോ. എന്റെ ബമ്പർ ഇവൻ ഇടിച്ച് പൊളിച്ചേട്ടാ കൈസ്.
ഞാൻ ഓട്ടത്തിൽ നിന്ന് പിടിച്ചോളാം പൈസയൊക്കെ. ഇറങ്ങിക്കോ. എടാ നീ ഇറങ്ങുന്ന എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ. അളി ഇത് നീയാണാ? ഹലോ, എന്നെ കാണാവോ? കാണാം. ഓ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതാന്ന് നമ്മളെ വീട്. പണിയൊന്നും പൂർത്തിയായിട്ടില്ല. നമ്മളിങ്ങനെ ഡെയിലി ഓട്ടം കിട്ടുന്ന പൈസക്കാണ് വീടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക കേട്ടാ. എങ്ങനെയുണ്ട് സാധനം? അതാണ് ശ്രീഹരി, നമ്മളെ കൂട്ടുകാരനാണ്. പുള്ളിക്കാരനെ ഇവിടെ വേറെ വീട് സെറ്റാക്കി കൊടുക്കണം നമുക്ക്, അല്ലെങ്കിൽ നീ ഇവിടെ താമസിച്ചോളാ, വേറെ സീനൊന്നുമില്ല. ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാവരും ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ കളിച്ച നമ്മുടെ ശ്രീഹരിയാണ് ഗൈസ്. അപ്പോൾ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. എടാ നമുക്കിങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി പൊളിക്കാൻ പറ്റുമോ വണ്ടിയൊക്കെ? ചാടി ഞാൻ ചാടി. സൗണ്ട് കേൾക്കുന്നു. പൊളിഞ്ഞ്